ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വിചാരിച്ചാൽ, ഞാൻ വീടിൻ്റെ പുറകിൽ ഉപകാരമുള്ളത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് ഇടാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൽ ഈ ഒരു ഭാഗം കേട്ടോ, അത് മീനെ ഇറച്ചിയൊക്കെ നമ്മളിങ്ങനെ കൈക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇത് ഭയങ്കര ഉപകാരമാണെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീടിൻ്റെ കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് അകത്ത് മീനിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും ആവില്ല, കരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചങ്ങാണ്ട് മീനിന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മീൻ കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് വീട് നിർമ്മിക്കുന്ന എല്ലാവരും ഇങ്ങനത്തെ ഒരു സിങ്കെന്ന് പറയട്ടോ, അത് നമ്മൾ ഉണ്ടാക്കുന്ന സിങ്കാണ്, നമ്മൾ റെഡിമെയ്ഡ് സിങ്കല്ല. അപ്പോൾ ഇത് ഭയങ്കര ഉപകാരമാണ് ഇവിടെ. അത് ഒന്നും കൂടി ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ മീൻ നന്നാക്കുന്ന ടൈമിലൊരു വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല ഉപകാരമാണ്. നമുക്ക് പുറത്ത് കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ട് മീൻ നന്നാക്കിയെടുക്കാം. ഒരു വൃത്തികേടും ഉണ്ടാവില്ല. നല്ല വൃത്തിയായിട്ട് ഇവിടുന്ന് കൈക്ക് വൃത്തിയാക്കി നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പുതുതായി വീട് പണിയുന്നവരൊക്കെ ഇങ്ങനെ ഒരു പുറത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നിർമ്മിച്ചാൽ നമുക്ക് അത് ഭയങ്കര ഉപകാരമാണ്. പാത്രം കഴിക്കട്ടോ, നമുക്ക് ഈ കരിയുള്ള പാത്രമൊക്കെ ഇവിടെ വൃത്തിയാക്കി എടുക്കാം. നമുക്ക് അത്രയും ഉപകാരമാണ്. എല്ലാം കൈക്ക് വൃത്തിയാക്കിയിട്ട് അകത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് അധികമില്ല പാത്രം കഴുകുക, ഫിഷ് അതേപോലെ മീറ്റ് ഒക്കെ നമുക്കവിടെ വൃത്തിയാക്കാം കേട്ടോ. അത്രയും ഉപകാരമാണ്. അപ്പോൾ നമുക്ക് മീനൊക്കെ നന്നാക്കുമ്പോൾ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് പ്രകൃതിയോട് അണിഞ്ഞങ്ങാണ്ട് നമുക്ക് മീനൊക്കെ വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ മീൻ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടോ, നമുക്ക് ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ പൂച്ചയ്ക്ക് നമുക്കിത് ഇട്ട് കൊടുക്കണം. അപ്പോൾ മീനൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ വേസ്റ്റ് നമുക്ക് പൂച്ചക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ പൂച്ച വന്നിട്ട് അത് കഴിക്കലാണ് പതിവ്. അടുക്കളൻ്റെ കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ വാങ്ങിക്കണമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ നമുക്ക് പുറത്ത് വൃത്തിയാക്കിയിട്ട് അകത്ത് കൊണ്ടുപോയി പാകം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മളെ പൂച്ച നമ്മളെ കാത്തിരിക്കുക കേട്ടോ. അപ്പം മീൻ കഴിക്കുമ്പോഴും അതേപോലെ ഇറച്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ പൂച്ചയും കാക്കയൊക്കെ നമുക്ക് ഇങ്ങനെ കാവൽ നടക്കും കേട്ടോ. നമുക്ക് അവർക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഇട്ടുകൊടുക്കാറുണ്ട്. അപ്പോൾ ആ പൂച്ച അത് കഴിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ മീനൊന്ന് വൃത്തിയാക്കിയെടുക്കണം. അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കാൻ കഴിയും കേട്ടോ. നമുക്ക് അടുക്കളയിലാവുന്നുള്ളൊരു ഇതുണ്ടാവില്ല. നമുക്ക് പുറത്ത് നന്നായി വൃത്തിയാക്കിയിട്ട് നമുക്ക് ആ മീൻ കൊണ്ട് നമുക്ക് അകത്ത് കയറാം. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.